എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത സമ്പൂർണ്ണ പാരായണ പ്രഭാഷണ പരമ്പരയിൽ 32ാം ദിവസമായ ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് വൈഷ്ണവി എം വാര്യർ. വൈഷ്ണവിക്കുട്ടി നേരത്തെ ഒരു ദിവസം നമ്മളോട് ധ്യാന ശ്ലോകം കേൾപ്പിച്ചിരുന്നു. എന്തായാലും വളരെ നന്നായിരുന്നതുകൊണ്ട് ഇന്ന് വീണ്ടും വൈഷ്ണവി കുട്ടിയെ കൊണ്ട് ഒന്നുകൂടെ ധ്യാന ശ്ലോകം ചൊല്ലിക്കുകയാണ്. വൈഷ്ണവി കുട്ടിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ധ്യാന ശ്ലോകം അവതരിപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു. നമസ്തേ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസംഗതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു വ്യാസ വിശാല ബുദ്ധേ പുല്ലാരവിന്ദ്യായ തപത്വനേതഃ യേന ത്വയാ ഭാരത തൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ പ്രപന്യ പാരിജാതായ സ്തോത്രവൈതൈകപർണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദോക്തം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാജയജ്ജതല ഗാന്ധാര നീലോൽപല ശല്യഗ്രഹവതി കൃപേണ ഹവനി കർണേന വേലാകുലാ അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോതർണ ഖലു പാണ്ഡവൈരമതി കൈവർത്തക കേശവാ പാരാശര്യവചസ്സരോചമമലം ഗീതാദന്തോകടം ജ്ഞാനാഖ്യാരത കേസരം ഹരികഥ സംബോധനാബോധിതം ലോകേ സജ്ജനദ മനസാ ഹരഃ പേപീയമാനം മുദാ ഭരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃതാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സുന്വന്തി ദിവ്യസ്തവൈ വേദേ സാംഗപദക്രമോപനിഷത്തെ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതമനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണ. ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ. വൈഷ്ണവിക്കുട്ടി നന്നായിട്ട് ചൊല്ലി കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നേ, സൂപ്പറായി. ഭഗവാന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഉണ്ണിക്കണ്ണൻ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി പാരായണമാണ്. ഇന്ന് 15ാം അധ്യായത്തിലെ 15ാം അധ്യായം 1 മുതൽ 20 ശ്ലോകമാണുള്ളത്. ആ അധ്യായം മുഴുവനായിട്ടും പാരായണം ചെയ്യുന്നത് മുകുന്ദ ആണ്. മുകുന്ദ മഹാലക്ഷ്മി ഗോശാല ആനിക്കാട് അവിടെയുള്ള ഹരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ മഹാലക്ഷ്മി ഗോശാലയില് ഒരുപാട് ഗോക്കളെ സംരക്ഷിക്കുന്നു. നല്ല കാണേണ്ട ഒരു സ്ഥലമാണ്. നമ്മുടെ കുറെ കുട്ടികളൊക്കെ ആയിട്ട് അവിടെ പോയിരുന്നു. വളരെ വലിയൊരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൗകര്യമുള്ളപ്പോഴൊക്കെ ഒന്ന് അവിടെ പോവുക, കാണുക, ആ ഗോക്കൾക്ക് വേണ്ടതൊക്കെ ചെയ്യുക. ഈ ഒരു വ്യക്തിയുടെ ഒരു വലിയൊരു സംരംഭമാണ് അവിടെ. അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ ചില അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയുണ്ടായി ഹരിക്ക്. അതേസമയം ആത്മീയമായ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തുന്നവരാണ്. ഈ ഞങ്ങൾ പരിചയപ്പെട്ട ശേഷമാണ് മോളെ
ഓൺലൈൻ ക്ലാസ്സിൽ മോള് വന്നു തുടങ്ങിയത്. ഇപ്പോൾ റെഗുലർ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ അവർക്ക് ആനിക്കാട് നിന്ന് രാവിലെ വരാൻ ബുദ്ധിമുട്ടാണ് ഞായറാഴ്ച. പക്ഷെ ഓൺലൈൻ ക്ലാസ്സിൽ എല്ലാ ദിവസവും മിടുക്കിയായിട്ട് കയറി എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഒരു നല്ല കുട്ടിയാണ് മുകുന്ദ. ഏറ്റവും സ്നേഹത്തോടു കൂടി മുകുന്ദയെ പാരായണത്തിനായിട്ട് ക്ഷണിക്കുന്നു. Thank you, sir. Om Shri Paramatmane Namaha. Panchadashodhyayah Purushottama Yogaha. Shri Bhagavanuvacha Urdhva Moolamatra Ashwatham Prahuravyayam Chandansi yasya pannani yastam veda savedavita Adhishtotham prasudastasya shapa Guna pravurtha vishaya pravara Adhishcha mulyani vasandasani Karmanubandhini manusyaloke Narupamasyha tadopalapyate Nando na chatirna cha sambradishta Ashwatthamenam suvidudhamulam Asanga shastrena dridhena chittva Tadah padam tat parimagitavyam Yasmin gadana nivartanti bhuyaha Tvameva chadyam purusham drabadye Yatah pravritti prasuta purani Nirmana mohadita sangadosha Adhyatma nitya vinivartakama Dandir vimukta sukha dukkha sanjir Gacchantya muda padamavyayantad Nadar bhasayate suryo Nashashambo nabhavaka Yadgatva nanivartande Tathama paramam mama Mamaivansho jivaloke Jivaputa sanatana Manashashtani indriyani Prakritistani kasyuti Shariram yadavapnyoti Yacchavikramadishara Grihitoitani samjati Vayurgandhani vamsriyata Stotram chakshusposharam cha Jasanam dhranameva cha Adhishtaya manaschayam Vishayanupasevate Utkramantam sthitam vapi Punjanam va gunanvitam Vimudhananupashyanti Pashyanti jnanamapsusha Yatando yoginashtainam Pasyantyatmanyavasthitam Yatandopi kridatmano Nainam pashyanti kedasa Yadadittyagatam tejo Jagadbhasayati khilam Yachandramasi yajnatnau Tattejo vidhi mamakam Gama visyacha bhutani Dharayami hamojasa Ushnani chaushadhi sarva Somo bhutva rasatmaka Aham vaishwanaro bhutva Praninam dehamasrita Pranapana samayukta Pajamyannam chaturvidam Sarvasya chaham visannivishto Matta smriti jnanam abhovanam cha Vedaischa sarvairahamiva vedyo Vedanta krutyena vitena chaham Dvavimau purushau loke Charat sakshara eva cha Charat sarvani bhutani Kudantokshara uchyate Uttama purushastunya Paramatmi kudahruta Yo lokatrayamavisya Vivartavya ishara Yasmat chalamati toham Akshayadavidotama Adosmi loke vete cha Pradida purushottama Yo mamivamasambhutho Jayati purushottamam Sasarvabhit bhajati ma Sarvabhavena bharata
इति गुह्यतमं शास्त्रम् इदमुक्तं मया नः एतत् बुद्ध्वा बुद्धिमान् स्यात् कृतकृत्यश्च भारत ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुन संवादे पुरुषोत्तमयोगो नाम पञ्चदशोऽध्यायः മുകുന്ദ നന്നായിട്ട് ചൊല്ലി കേട്ടോ. നന്നായിരുന്നേ, വളരെ നന്നായിട്ട് ചൊല്ലി. ഒരു അധ്യായം മുഴുവനാണല്ലോ ചൊല്ലിയത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ട്. എന്താ വെച്ചാൽ അവിടെ ഗോക്കളുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ അവിടെ ഈശ്വരൻ ഉണ്ട്, ഭഗവാൻ അവിടെ ഉണ്ട്, ശ്രീകൃഷ്ണൻ ഉണ്ട്. അപ്പോ കുഞ്ഞിന് എപ്പോഴും ആ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഈ അധ്യായത്തിന്റെ ഒരു ചെറിയ സാരം രുദ്ര ആർ പ്രഭു ആണ് അവതരിപ്പിക്കുന്നത്. രുദ്രക്കുട്ടി നേരത്തെ ഒരു പ്രഭാഷണവും പാരായണവും ഒക്കെ നടത്തിയതാണ്. രുദ്രയെ വീണ്ടും ഏറ്റവും സ്നേഹത്തോടു കൂടി പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 15 പുരുഷോത്തമയോഗം. ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞ ഉപദേശങ്ങളുടെ ചെറിയൊരു സാരം നമുക്കിന്ന് നോക്കാം. ഇവിടെ ഭഗവാൻ ജീവാത്മ സ്വരൂപത്തെ പറയുന്നു, അതായത് ജീവന്മാരായ നമ്മുടെ സ്വരൂപത്തെ പറയുന്നു. ജീവാത്മാ യഥാർത്ഥത്തിൽ പരമാത്മാ എന്ന് പറയുന്നു. അതായത് നമ്മൾ ഓരോരുത്തരും പരമാത്മാവ് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. പിന്നീട് ജീവാത്മാ പരമാത്മാ ഐക്യം, എന്നാൽ നാമും ഈശ്വരനും തമ്മിലുള്ള ഐക്യം. ആദ്യത്തെ 5 ശ്ലോകങ്ങളിൽ ഈ അഖില പ്രപഞ്ചത്തെ ഒരു അരയാൽ വൃക്ഷത്തിനോട് സാമ്യപ്പെടുത്തി ഭഗവാൻ പറയുന്നു സംസാര വൃക്ഷം എന്നാണ്. ഈ പ്രപഞ്ചത്തെ അശ്വത്ഥ വൃക്ഷത്തിന്, അതായത് അരയാലിനോട് ഉപമിച്ചാണ് പറയുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ അശ്വത്ഥം എന്ന വാക്കിന് നാളേക്ക് പോലും നിലനിൽക്കും എന്ന് ഉറപ്പില്ലാത്തത് ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ സംസാര വൃക്ഷത്തെ എങ്ങനെ വെട്ടി നീക്കം ചെയ്യാം എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ഈ അധ്യായത്തിന്റെ തുടക്കം. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്ഥം വേദ സ വേദവിത്. എല്ലാ ലോകങ്ങളും അടങ്ങിയ ഈ പ്രപഞ്ചത്തെ തലകീഴായി നിൽക്കുന്ന ഒരു അരയാൽ വൃക്ഷത്തിനോടാണ് ഉപമിക്കുന്നത്. പ്രപഞ്ചത്തിന് ആധാരമായ ബ്രഹ്മം വേരുകൾ മുകളിലോട്ടായും താഴേക്ക് സൂക്ഷ്മ സ്ഥൂല പഞ്ചഭൂതങ്ങളായ വലിയ ശാഖകളോടും കൂടിയ നാശമില്ലാത്ത സംസാര വൃക്ഷമായ അരയാൽ രൂപമായി സ്ഥിതി ചെയ്യുന്നു എന്ന് ജ്ഞാനികൾ പറയുന്നു. ഇതിനെ നാശമില്ലാത്തത് എന്ന് പറഞ്ഞത് ഈശ്വരന്റെ സൃഷ്ടി ഉള്ളിടത്തോളം കാലം ജനന മരണങ്ങൾ, ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കും. വേദങ്ങളുടെ കർമ്മകാണ്ഡം ഈ വൃക്ഷത്തിന്റെ ഇലകളായി പറയുന്നു. ഈ വൃക്ഷത്തെ ഇങ്ങനെ അറിയുന്നവർ വേദജ്ഞരാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഈ സംസാര വൃക്ഷം പല പല സാഹചര്യങ്ങളിൽ കഴിയുന്ന വിവിധ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നു. ധാരാളം ചെറിയ ചെറിയ ശാഖകളോട് കൂടിയതാണ് ഈ ശാഖകൾ ആഗ്രഹങ്ങളാലും സത്വരജാത്മ ഗുണങ്ങളാലും വളർന്നവയാണ്. ഈ വൃക്ഷം രാഗദ്വേഷങ്ങളാൽ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നതായ പുണ്യപാപങ്ങളാൽ വേരുകൾ നിലനിൽക്കുന്നു. ഇത് മനുഷ്യലോകത്തിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. 3-ാം ശ്ലോകത്തിൽ ഈ സംസാര വൃക്ഷം വെറും ഒരു സങ്കല്പം മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ഈ സങ്കല്പ വൃക്ഷത്തെ വൈരാഗ്യം എന്ന മൂർച്ചയേറിയ വാൾ കൊണ്ട് വെട്ടിമാറ്റണം എന്ന് ഭഗവാൻ പറയുന്നു. വൈരാഗ്യം സമ്പാദിച്ച്
ശേഷം ആത്മജ്ഞാനം നേടി സംസാര വൃക്ഷത്തിൽ നിന്ന് മോചനം നേടൂ, അമൃതത്വം നേടൂ എന്ന് പറയുന്നു. ഭക്തിയോടുകൂടി പരമപുരുഷനെ ധ്യാനിക്കുകയും വേണം. അഹങ്കാരം നശിച്ചവരും രാഗദ്വേഷം വെടിഞ്ഞവരും ജ്ഞാനികളുമായ മുനികൾ എന്റെ ഈ അമൃത സ്വരൂപമായ പദത്തെ പ്രാപിക്കുന്നു. പിന്നീട് ഭഗവാൻ ഋഷീവൻ എങ്ങനെ സംസാരത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു തരുന്നു. ജീവനും ഈശ്വരനും വേറെയല്ല എന്ന് പറയുന്നു. ഭഗവാന്റെ അംശം ജീവാത്മാവായി ഭവിച്ച്, അതായത് നമ്മളായി ഭവിച്ച് പ്രകൃതിയിൽ നിന്ന് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്ന് മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. ഇവിടെ ഈ മനസ്സിന് ചൈതന്യ സ്വരൂപമായ ഈശ്വരനെ പ്രതിബിംബിപ്പിക്കുന്ന ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കണം. ശരീരത്തിന് അതില്ല. അതായത് ഒരു പാറക്കഷ്ണം സൂര്യനെ പ്രതിബിംബിപ്പിക്കുന്നില്ല. എന്നാൽ കണ്ണാടിയിലും വെള്ളത്തിലും നമുക്ക് സൂര്യന്റെ പ്രതിബിംബം കാണാം. അതുപോലെ ആത്മാവിന്റെയും പ്രതിബിംബം മനസ്സിലുണ്ടാകുമ്പോൾ ആ പ്രതിബിംബത്തെ ചിതാഭാസൻ എന്ന് ശാസ്ത്രം പറയുന്നു. മനസ്സും അവിടെയുള്ള ബ്രഹ്മചൈതന്യ പ്രതിബിംബവും ചേർന്നതാണ് ജീവൻ അഥവാ നമ്മൾ. മരണമുണ്ടാകുമ്പോൾ ഈ സൂക്ഷ്മ ശരീരമായ മനസ്സാണ് ചിതാഭാസൻ എന്ന പ്രതിബിംബത്തോടു കൂടി നാം കാണുന്ന നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ശരീരത്തിൽ നിന്ന് അതിന് അനുവദിച്ചിട്ടുള്ള പുണ്യപാപഫലങ്ങളെ അനുഭവിച്ചു കഴിയുമ്പോൾ ഈ സൂക്ഷ്മമായ മനസ്സ് ചിതാഭാസനോടുകൂടി ഈ ശരീരം ഉപേക്ഷിച്ച് വേറെ ശരീരം സ്വീകരിക്കുന്നു. നാം അതായത് ജീവന്മാർ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആശ്രയിച്ച് ലോകത്തെ അനുഭവിക്കുന്നു. ജ്ഞാനികൾ മാത്രമേ അത് അറിയുന്നുള്ളൂ. നന്നായി ആത്മജ്ഞാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ പോലും മനഃശുദ്ധിയും സൽബുദ്ധിയുമില്ലാത്തതിനാൽ ഈ തത്വം അറിയുന്നില്ല. ശരിയായ ജ്ഞാനം വന്നവർ മാത്രമാണ് ഇത് അറിയുന്നത്. സൂര്യനെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്ന തേജസ് എന്റേതാണ് എന്ന് അറിയുക എന്ന് ഭഗവാൻ ഇവിടെ വീണ്ടും പറയുന്നു. പിന്നീട് ഭഗവാൻ പറയുന്നു, ഞാൻ തന്നെയാണ് ഭൂമിയിൽ പ്രവേശിച്ച് സ്വന്തം ശക്തിയാൽ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നത്. ചന്ദ്രനായി സകല സസ്യങ്ങളെയും ഘോഷിപ്പിച്ച് വളർത്തുന്നതും ഞാൻ തന്നെയാണ്. ജഡരാജ്ഞിയായി എല്ലാ ജീവികളുടെയും ശരീരത്തിൽ പ്രവേശിച്ച് പ്രാണൻ, അപാനൻ എന്നീ വായുക്കളോട് ചേർന്ന് ഖാദ്യം, ഘോഷ്യം, ലേഹ്യം, പേയം എന്നീ 4 തരം ഭക്ഷണത്തെയും ദഹിപ്പിക്കുന്നത്, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അവരുടെ ഓർമ്മയായും അറിവായും മറവിയായും പ്രവർത്തിക്കുന്നതും ഞാൻ തന്നെയാണ്. എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടത് എന്നെ തന്നെയാണ്. ഞാൻ തന്നെയാണ് വേദജ്ഞൻ, ഞാൻ തന്നെയാണ് വേദാന്ത കർത്താവും. നാശമില്ലാത്ത കൂടസ്ഥൻ എന്ന മായാതത്വമായ അക്ഷരപുരുഷനും സകല ജീവജാലങ്ങളും ആയി നശിക്കുന്ന ക്ഷരപുരുഷനും ഞാൻ തന്നെയാണ്. അതായത് ഭഗവാൻ ഇവിടെ പറയുന്നു, നശിക്കുന്നതും നശിക്കാത്തതും എല്ലാം ഞാൻ തന്നെയാണ്. ഈ അക്ഷര പുരുഷനും മേലെ 3 ലോകങ്ങളെയും നിലനിർത്തുന്ന ഉത്തമ പുരുഷൻ ഞാനാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അതായത് ഞാൻ തന്നെയാണ് പരമാത്മ എന്നറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ അക്ഷര പുരുഷന്മാരിൽ നിന്നും അന്യനാണ് ഞാൻ. അക്ഷരപുരുഷനേക്കാളും ഉത്തമനായതിനാൽ ഞാൻ എല്ലാ ലോകങ്ങളിലും പുരുഷോത്തമൻ എന്ന് അറിയപ്പെടുന്നു. ആരാണോ എല്ലാ ആഗ്രഹങ്ങളും വിട്ട് രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാതെ സമഭാവനയോടെ എന്നെ ഈ പുരുഷോത്തമനായി അറിയുന്നത്, അവൻ സർവജ്ഞാനിയായി തീരുന്നു. സകല പ്രകാരത്തിലും അവൻ എന്നെ ഭജിക്കുകയും ചെയ്യുന്നു. ഇവിടെ സർവജ്ഞനാവുക എന്ന് പറഞ്ഞത്, ആരാണോ ഈ പുരുഷനെ പുരുഷോത്തമനെ ധ്യാനിച്ച് അതിന്റെ പരിസമാപ്തിയിൽ ആ പുരുഷോത്തമൻ തന്നെയായി മാറുന്നത്, അതായത് ബ്രഹ്മത്തെ ഉപാസിച്ച് ബ്രഹ്മം തന്നെയായി മാറുന്നത്, അപ്പോൾ അയാൾ ഈശ്വരന് തുല്യം തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് എല്ലാം അറിയുന്നത്.
അങ്ങനെയാണ് ഇവിടെ സർവജ്ഞനാവുക എന്ന് പറഞ്ഞത്. ഈ അധ്യായത്തിലെ അവസാന ശ്ലോകം വളരെ ശ്രേഷ്ഠമാണ്. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. അല്ലയോ പാപരഹിതനായ അർജുന, ഇപ്രകാരം അത്യന്തം രഹസ്യമായ ഈ ശാസ്ത്രം നിനക്ക് ഞാൻ ഉപദേശിച്ചു. ബുദ്ധിമാനായ മനുഷ്യൻ ഇതറിഞ്ഞിട്ട് കൃതകൃത്യനായി ഭവിക്കുന്നു. എന്താണ് കൃതകൃത്യത? ചെയ്യേണ്ടതായ കാര്യത്തെ ചെയ്തവനായി, അതായത് ഈ ഭൂമിയിൽ വന്ന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തവനായി, ഇനിയൊന്നും ചെയ്യാൻ ഇല്ലാത്തവനായി, അതായത് അറിവിലും ഇനിയൊന്നും അറിയണ്ട, എല്ലാ അറിവും എനിക്ക് നേടി, അതായത് മനസ്സിൽ ഇനി എനിക്കൊന്നും മനസ്സിലാകേണ്ടതായിട്ടില്ല, പൂർണ്ണ ജ്ഞാനം എനിക്ക് വന്നു എന്നുള്ള ആ മാനസിക അറിവിലും മനസ്സിലും പൂർണ്ണ സംതൃപ്തനായി ഭവിക്കുന്ന അവസ്ഥയാണ് കൃതകൃത്യൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതുതന്നെയാണ് മോക്ഷാവസ്ഥ. അങ്ങനെ ആ പുരുഷോത്തമനായി ഭഗവാനെ അറിഞ്ഞ നാം എല്ലാവരും പൂർണ്ണ സംതൃപ്തരായി നമ്മുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും മഹത്തായ അധ്യായത്തിന്റെ സാരാംശം അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്ന ഞങ്ങളുടെ ഗുരുനാഥൻ പരമേശ്വരൻ സാറിനോടും തൃക്കേക്കാട്ട് സ്വാമിയാർ മഠത്തിനോടും പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റെല്ലാവരോടും ഈശ്വരനോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്ക് സൗണ്ടിന് ചില പ്രോബ്ലംസ് ഉണ്ട്. ഇന്നലെ പനി തുടങ്ങി, അതുകൊണ്ടാ. സോറി, എല്ലാവരും ക്ഷമിക്കണം. നന്ദി, നമസ്കാരം. മഹാഭാഗ്യവതിയാണ് മോള്. എത്രയോ ജന്മങ്ങളുടെ തപസ് കൊണ്ടാണ് മോൾക്ക് ഇന്ന് ഈ പുരുഷോത്തമയോഗം തന്നെ മോൾക്ക് ഇന്ന് പ്രഭാഷണമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചത്. ആ അധ്യായത്തിലെ ഒരു വരിയെങ്കിലും അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രയോ ജന്മങ്ങളുടെ പുണ്യം തന്നെയാണ്. എന്തായാലും മോൾക്ക് ആ മഹാഭാഗ്യം കിട്ടിയതിൽ ഞങ്ങൾക്കും കൂടെ ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആർഷ വിദ്യാപീഠത്തിലെ ഞങ്ങൾ എല്ലാവർക്കും അതിൽ വളരെയധികം സന്തോഷം. സായിരാം സാർ. ചേട്ടാ ടീച്ചർ പറഞ്ഞിട്ട് ടീച്ചർ ഉണ്ടല്ലേ? ടീച്ചറുണ്ട്. ഹരി ഓം. ഞാൻ ഈ കുട്ടിയുടെ ആ പ്രഭാഷണം ഒരു ക്ലാസിക്കൽ മ്യൂസിക് ആയിട്ടാണ് ഞാൻ ആസ്വദിച്ചത്. സൗണ്ട് ഇല്ല എന്നൊക്കെ മോള് പറയണുണ്ട്, പക്ഷെ അതൊരു ക്ലാസിക്കൽ മ്യൂസിക് ആയിരുന്നു. എത്ര ആസ്വദിച്ചാലും മതിയാകാത്ത എന്തൊരു ഭംഗിയാണതിന്, വളരെ ഭംഗിയായി. അതുപോലെ തന്നെ മുകുന്ദയ്ക്ക് നന്നായിട്ട് ചൊല്ലി. മുകുന്ദ ഒരു കാര്യം ഓർക്കണ്ട, ഇതാ നമ്മൾ ഏത് അധ്യായം തുടങ്ങിയാലും അഥ കൂട്ടിച്ചേർത്ത് അഥ പഞ്ചദശോധ്യായ അങ്ങനെ കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ധ്യാന ശ്ലോകത്തില് ഗാന്ധാര നീലോത്പല ഒന്ന് മാറ്റിയെടുക്കണം മോള്. അതൊന്ന് ശ്രമിച്ചാൽ മതി. ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ എപ്പോഴും എന്തായി മാറും? നീലോത്പലമായിട്ട് മാറും. അങ്ങനെ ഓർത്താ മതി. പിന്നെ ഇവരെ നമുക്കേ പരമേശ്വരൻ സാറേ, നമുക്ക് ഈ സ്വാമിയാർ മഠത്തിലെ അന്നക്ഷേത്രത്തിലെ പാരായണക്കാര് ഭോജനമന്ത്രം ജപിക്കുന്നവരാക്കി എടുത്താലോ? ഭോജനമന്ത്രം ഉണ്ട് അവിടെ. ഇപ്പൊ നാരായണിയൊക്കെ ആവുമ്പോഴേ ഇതിനകത്ത് ചൊല്ലുന്നുണ്ടല്ലോ, ബ്രഹ്മാർപ്പണം ചൊല്ലുന്നുണ്ടല്ലോ. 15ാം അധ്യായം ചൊല്ലുന്നില്ല, രണ്ടും ചൊല്ലും ഉണ്ടല്ലേ? ഇവരാണോ ചൊല്ലുന്നേ? ആരാ ചൊല്ലുന്നേ? കുഞ്ഞുങ്ങൾ തന്നെ. അവിടെ കഴിക്കാൻ അവര് എല്ലാവരും എടുത്ത് വെച്ച് കഴിയുമ്പോ കുറച്ച് വലിയ കുട്ടികൾ ചൊല്ലിക്കൊടുക്കും, അവര് തന്നെ ചൊല്ലും. ഉണ്ടത് അവിടെ ഉണ്ട്. അതുണ്ട്. അല്ല, ഇവര് നല്ലതായിട്ട് ചൊല്ലുന്നു. ഇവർക്ക് ആ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാതെ, പുതിയ കുട്ടികൾ വരുന്നവർക്ക് മാത്രമേ അറിയാത്തുള്ളൂ. നന്നായിരുന്നു. എനിക്ക് രുദ്രയുടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സൗണ്ട്, നന്നായിട്ട് ചെയ്തു. മുകുന്ദേ, അതെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ 15ാം അധ്യായമൊക്കെ ഒന്ന് ചൊല്ലിയെടുക്കാന്ന് പറയണതേ എത്ര ജന്മത്തിന്റെ പുണ്യമാ നിങ്ങൾക്ക് കിട്ടിയേക്കണെന്നറിയാം.
ഞങ്ങളൊക്കെ ഈ വയസ്സാം കാലത്താ ഇത് തുടങ്ങി വെച്ചേ. ഈ കുഞ്ഞു പിള്ളേർക്ക് ഇത് ചെയ്യാൻ സാധിച്ചപ്പോഴേ. വാസ്തവം ഇവിടെ കാറ്റ് പോവാറായപ്പോഴാണ് അതൊക്കെ തുടങ്ങുന്നത്. അതെ, അതിന്റെ ബോധം ഞങ്ങൾക്ക് വന്നിട്ട് കുറച്ചേ ആയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ തൊഴുന്നു, 3 പേരെയും തൊഴുന്നു. ശരി. വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് ഇന്ന് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്തത്. പുരുഷോത്തമയോഗം. പരമേശ്വരൻ ടീച്ചറൊക്കെ പറഞ്ഞു അതിന്റെ പ്രാധാന്യം. ഈ കുട്ടിക്കാലത്ത് തന്നെ ഇതെല്ലാം പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനുമായിട്ട് പൂർവജന്മാർജിതമായ സുഹൃതമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒട്ടും സംശയിക്കേണ്ട. ആ സുഹൃതമില്ലെങ്കിൽ ഭഗവത്ഗീത എന്ന് പറയാൻ പോലും യോഗ്യത ഉണ്ടാകില്ല. നിങ്ങൾ 3 പേരും സൗഭാഗ്യവതികളാണ്. വൈഷ്ണവീയം വാര്യർ, സത്യത്തില് വൈഷ്ണവീയം വാര്യർ വെറുതെ പറയുക. വൈഷ്ണവീയം വാര്യരല്ല ധ്യാനശ്ലോകം ചൊല്ലിയത്, പുറകെയാണ് അമ്മയാ ചൊല്ലിക്കൊടുത്തത്. അല്ലേ വൈഷ്ണവി? ഇതെങ്ങനെ പഠിച്ചെടുത്തത്? നടത്തി വരുമ്പോ ഇതൊന്നും പിന്നെ അറിയാത്ത മട്ടിലാണല്ലോ നടക്കുന്ന മുഴുവൻ. ശരിയല്ലേ? ശ്രദ്ധയോടുകൂടി ആ ധ്യാനശ്ലോകം ചൊല്ലി എല്ലാ നന്മകളും വൈഷ്ണവിക്ക് ഉണ്ടാകും, എല്ലാ വിജയങ്ങളും ഉണ്ടാകും. കേട്ടോ? പിന്നെ താങ്ക് യു ഒന്നും വേണ്ട കേട്ടോ. പിന്നെ മൂന്ത പാരായണം നടത്തുക. മൂന്തയെ പരമേശ്വരക്കാര് പരിചയപ്പെടുത്തി. ഒരു വലിയ പശുക്കൂട്ടത്തിന്റെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. വൈകുന്നേരം ക്ലാസ്സിൽ വരുമ്പോ പോലും ചിലപ്പോ പശുക്കൂട്ടൻ പുറകെ മൂരിക്കുട്ടനൊക്കെ പുറകെ നിൽക്കുന്നതാണ്. പശുക്കുട്ടിയൊക്കെ അവരും വന്ന് കേൾക്കും വേദമൊക്കെ. എന്റെ മൂന്നേ പശുവിനെ ഒന്ന് തലോടിയാല് അതിന് ലഭിക്കുന്ന പുണ്യം എന്തുമാത്രമാണെന്ന് മൂന്നയ്ക്ക് അറിയൂ. പശു എന്ന് പറയുന്നത് സർവദേവതാ സ്വരൂപമാണ്. മനസ്സിലായോ? എല്ലാ ദേവതകളും പശുവിൽ സന്നിഹിതരാണ്. പശുവിനെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ പരമഭാഗ്യമാണ്. ഗോമാതാവ് എന്നാണ് പറയുന്നത്. പ്രസവിച്ച അമ്മ കഴിഞ്ഞാല് പിന്നെ അടുത്ത അമ്മയുടെ സ്ഥാനം ഗോവിനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ചിലരതിനെ കൊല്ലാൻ മടിക്കുന്നില്ല. അതിന്റെ മാംസം വരെ ഭക്ഷിക്കുന്ന ആൾക്കാരുമുണ്ട്. ഏത് നരകത്തിലാണ് അവർ ചെന്ന് പതിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. അതുകൊണ്ട് പശുവിനെ തടവുന്നതും പശുവിന് പുല്ലൊന്ന് പറിച്ചു കൊടുക്കുന്നതും ഒക്കെ മഹാഭാഗ്യം കൊണ്ടാണ്. പണ്ടുള്ള തറവാടുകളിലെല്ലാം പശുവും തൊഴുത്തും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ പശുവിനെ വിളക്ക് കാണിച്ചിട്ടാണ് ബാക്കിയുള്ള ജോലികൾ തുടങ്ങുന്നത് പോലും. അപ്പോൾ മൂന്ത പരമഭാഗ്യവതിയാണ്. അതുകൊണ്ടൊക്കെയാണ് ഇത്രയേറെ നന്നായിട്ട് മൂന്തയ്ക്ക് ഭഗവത്ഗീത ചൊല്ലാൻ സാധിച്ചത്. കേട്ടോ? എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. പ്രഭാഷണം നടത്തിയ രുദ്ര ആർ പ്രഭു, സത്യത്തില് എനിക്ക്
ഭൗതികതയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. രുദ്ര ഈ പുരുഷോത്തമ യോഗം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. താങ്ക് യു. നല്ല കുട്ടി കേട്ടോ. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഭൗതികതയിലെ ഒരധ്യായമെങ്കിലും ചെല്ലണം, ഇല്ലെങ്കിൽ ഒരു ഖണ്ഡികയെങ്കിലും ചെല്ലണം, ഇല്ലെങ്കിൽ ഒരു വരിയെങ്കിലും ചെല്ലണം. ജീവിതം മുഴുവൻ സമാധാനവും സന്തോഷവും സർവൈശ്വര്യങ്ങളും ഉണ്ടാകും കേട്ടോ. ടീച്ചറൊക്കെ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഈ പോകാൻ നേരത്താണ് ഇതെല്ലാം തോന്നിയെന്ന് പറഞ്ഞില്ലേ? അതുമായിട്ട് താരതമ്യപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ പരമഭാഗ്യവതികളാണ്, സുഹൃതികളാണ്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. നാളത്തെ പ്രോഗ്രാം ഒന്ന് പറഞ്ഞേക്കാം. നാളെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് മീര ആർ, പിന്നെ ഒരു കല്യാണിക്കുട്ടി ഒരു 5-6 ശ്ലോകങ്ങളും ചൊല്ലുന്നുണ്ട്. നാളെ 16-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങൾ അധ്യായം മുഴുവനായിട്ട് തന്നെ പാരായണം ചെയ്യുന്നത് ശിഖ എന്ന് പറഞ്ഞ കുട്ടിയാണ്. പ്രഭാഷണം നടത്തുന്നത് 16-ാം അധ്യായത്തെ പ്രഭാഷണം നടത്തുന്നത് അനന്തകൃഷ്ണൻ. എല്ലാവരും നേരത്തെ വന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ ആശംസ പറയാം കേട്ടോ. സായിറാം സാർ. എല്ലാരും നന്നായിട്ട് പറഞ്ഞു. എല്ലാരും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു.